ന്യൂയോർക്കിലുള്ള വെസ്റ്റ്ബറി സെയിന്റ് പോൾ സെയിന്റ് പീറ്റേഴ്സ് യാക്കോബായ ദേവാലയത്തിലെ ഇടവക വികാരി ഫാദർ ഐസക് പൈലി അമേരിക്കൻ ഭദ്രാസന ബിഷപ്പ് കിം എൽദോയിൽ നിന്നും കോർ എപ്പിസ്കോപ്പ പട്ടം സ്വീകരിച്ചു. പെരുമ്പാവൂർ അല്ലപ്പാഴ സ്വദേശിയാണ് ഫാദർ ഐസക് പൈലി. ജൂലൈ 22 ഡാലസിൽ വെച്ച് നടത്തപ്പെടുന്ന 9ാമത് ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നാഷണൽ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഡാലസിലുള്ള ജ്ഞാനായ മിഷൻ സെന്ററിൽ വെച്ച് ഒക്ടോബർ 25 നടത്തപ്പെട്ടു. ഇടവക വികാരി ഫാദർ ജോസഫ് ഷൌരിമാക്കലിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ KCCNA പ്രസിഡന്റ് ജോർജ് നെല്ലാമറ്റം, റീജിയണൽ വൈസ് പ്രസിഡന്റ് ബോബി കണ്ടത്തിൽ, കൺവെൻഷൻ ചെയർമാൻ ജിജു കൊളങ്ങായിൽ, KCCNA ട്രഷറർ ജോസ് പുളിക്കത്തോട്ടിൽ, സാബു തടത്തിൽ എന്നിവർ ഇടവാംഗങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ സ്വീകരിച്ചു. ഡാലസ് ഗെയ്ലോഡ് ടെക്സൺ റിസോർട്ടിൽ വെച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ 5000-ൽ പരം പേർ പങ്കെടുക്കുന്നതാണ്. കൺവെൻഷന്റെ തയ്യാറെടുപ്പുകളെപ്പറ്റി ചെയർമാൻ ജിജു കൊളങ്ങായിൽ വിശദീകരിച്ചു. KCCNA പ്രസിഡന്റ് ജോർജ് നെല്ലാമറ്റം തന്റെ പ്രസംഗത്തിൽ എല്ലാ സഭാവിശ്വാസികളും ഈ കൺവെൻഷനിൽ പങ്കുചേർന്ന് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സ്നേഹവും കൂട്ടായ്മയും പാരമ്പര്യങ്ങളുമെല്ലാം കൂടുതൽ മനസ്സിലാക്കുവാനും വർദ്ധിപ്പിക്കുവാനും അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു സമൂഹമായി ഞങ്ങളെ രൂപപ്പെടുത്തുവാനും ഈ സംഘടനയ്ക്ക് സാധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഡാലസിൽ കൺവെൻഷൻ എടുക്കാനായി ഇവിടെയുള്ള യൂണിറ്റ് പ്രവർത്തകർ അംഗങ്ങൾ ഇതിന് തയ്യാറായി? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അതിലേക്ക് വെളിച്ചം വീശുന്നത്. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ രൂപതയുടെ ഔദ്യോഗികമായ നിലവിൽ വന്നതിന് ശേഷം 100ാമത് വർഷം നടക്കുന്ന 100ാമത് വർഷത്തിലേക്ക് നമ്മുടെ കൺവെൻഷൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴുള്ള ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് നമ്മൾ ഈ കൺവെൻഷൻ ഇവിടെ കാണുന്നത്. രണ്ടാമതായിട്ട്, അമേരിക്കയിൽ തന്നെ ഇത്രയും വലിയമായ ഒരു പഞ്ചനക്ഷത്ര സമുച്ചയത്തിൽ വെച്ച് എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്താം എന്നുള്ള ആ ഒരു ലക്ഷ്യവും, അതോടൊപ്പം തന്നെ അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്താൻ പറ്റും എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളും വെച്ചുകൊണ്ടാണ് രണ്ടാമതൊരു കാരണമായിട്ട് നമുക്ക് ഡാലസിലേക്ക് കൺവെൻഷൻ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ പ്രവർത്തകർ അതിനുവേണ്ടി പണിയെടുക്കുന്നത്.
ഡാലസ് ജ്ഞാനായ സമൂഹത്തിൽ ഇന്ന് അരങ്ങേറിയ കിക്ക് ഓഫ് വളരെ ശ്രദ്ധേയമായിരുന്നു. 2 മെഗാ സ്പോൺസേഴ്സ്, 2 ഗ്രാൻഡ് സ്പോൺസേഴ്സ്, 75-ൽ പരം സ്പോൺസേഴ്സ് എന്നിവർ പങ്കെടുത്ത് മുന്നോട്ട് വന്ന ഈ സംരംഭം വളരെ വിജയപ്രദമായ ഒരു സംരംഭമായി തന്നെ ഞാൻ കാണുകയാണ്. കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് വടക്കേ അമേരിക്കയിലെ എല്ലാ ജ്ഞാനായക്കാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള എല്ലാ ജ്ഞാനായക്കാരെയും ഡാളസിലേക്ക് ക്ഷണിക്കുകയാണ്. കോട്ടയം രൂപത സ്ഥാപിതമായിട്ട് 100 വർഷം തികയുന്ന ഈ അവസരത്തിൽ KCCNയുടെ 9ാമത് കൺവെൻഷൻ ഡാളസിൽ ഹോസ്റ്റ് ചെയ്യാൻ KCCNയെ അനുവദിച്ചതിലും അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഡാളസിൽ അവസരം ലഭിച്ചതിലും ഡാളസ് ഫോർട്ട് വർത്ത് ജ്ഞാനായ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലായ ഈ കൺവെൻഷൻ സെന്ററിൽ ഇതിനു മുമ്പ് നടന്ന എല്ലാവിധ കൺവെൻഷനെ കഴിഞ്ഞും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി അതിനുള്ള ക്രമീകരണങ്ങൾ ഡാലസിലെ എല്ലാ കമ്മിറ്റികളും സജീവമാക്കിക്കൊണ്ട് കൺവെൻഷൻ കമ്മിറ്റി ചെയർമാൻ ജിജു കൊളങ്ങായിൽ റെഡിയാക്കി കഴിഞ്ഞു. ന്യൂജേഴ്സിയിൽ നടന്നതുപോലെ മറ്റു പല ഹോട്ടലുകളിലും താമസിക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാകുകയില്ല. എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം ഗാലോ ടെക്സണിലുണ്ട്. നിങ്ങളെല്ലാവരും വരിക, സഹകരിക്കുക. ഈ കൺവെൻഷന് വേണ്ട വിജയത്തിന് വേണ്ടിയുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നേരത്തെ തന്നെ ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് തന്നെ എയർലി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫെസിലിറ്റി, അതായത് എല്ലാ പ്രോഗ്രാമുകളും ഈ ഹോട്ടൽ തന്നെ വെച്ച് നടക്കുന്നു. നമ്മൾ താമസിക്കുകയും അതുപോലെ തന്നെ കൺവെൻഷനിലെ മറ്റ് പ്രോഗ്രാമുകളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കുന്നതാണ്. അച്ചടക്കത്തോടും ചിട്ടയോടും എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ കൺവെൻഷൻ ജയിപ്പിക്കാൻ സാധിക്കും. ഈ കൺവെൻഷനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫെസിലിറ്റീസ് മുൻ വർഷത്തെ കൺവെൻഷനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന. കമ്മ്യൂണിറ്റി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.